നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് സങ്കീർത്തനം 49 അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകുകയില്ല. അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയുമില്ല. ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവൻ്റെ ഐശ്വര്യം കണ്ട ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും. ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയുമില്ല. മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടെ കൊണ്ടുപോകാനുള്ളൂ. സഹോദരനെയോ കുടുംബത്തെയോ അയൽക്കാരനെയോ ജോലിസ്ഥലത്തെയോ നമ്മൾ വഞ്ചിച്ച് സമ്പത്തുണ്ടാക്കിയെങ്കിലും ഒന്നും നിലനിൽക്കുന്നില്ല. സമ്പത്തുള്ളവനും ഭക്ഷിക്കുകയും അവൻ ശ്വസിക്കുന്ന ശ്വാസം സമ്പന്നൻ്റെയും ദരിദ്രൻ്റെയും ഒരുപോലെയാണ്. അവൻ്റെ രക്തത്തിൻ്റെ കളറും ഇതുതന്നെ. ദൈവം സമ്പത്തുള്ളവന് ആയുസ് കൂടുതൽ കൊടുക്കുന്നില്ല, ദരിദ്രന് കുറച്ചും ആയുസ്സും കൊടുക്കുന്നില്ല. എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. നാഥ, സമ്പത്തിനു വേണ്ടി മക്കളെയോ സഹോദരനെയോ കുടുംബത്തെയോ അയൽക്കാരെയോ ചതിച്ച് വെട്ടിപ്പിടിച്ചാലും കൂടെ നമുക്കൊന്നും കൊണ്ടുപോകാനില്ല. എങ്കിൽ ദരിദ്രൻ ഉള്ളതുകൊണ്ട് അവൻ മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും മറ്റുള്ളവൻ്റെ പിടിച്ചു പറിക്കാതെയും ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ പോകുമ്പോൾ കൊണ്ടാകാനുണ്ട്. പിടിച്ചു പറിച്ചെടുത്ത സമ്പന്നനെ കൊണ്ടുപോകാൻ ഒന്നുമില്ല. പിതാവേ, ഈ വചനത്തിലൂടെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ, പോകുമ്പോൾ കൂടെ എന്തെങ്കിലും കൊണ്ടുപോകാനുള്ള ലക്ഷ്യത്തോട് ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ജീവിത പങ്കാളിയെയും മാതാപിതാക്കന്മാരെയും ദേശം മുഴുവനുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങ് സാധിച്ചു തരണമേ നാഥ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.